ജില്ലകൾ ചേർന്നിട്ടുള്ളതാണ്. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, പത്തനംതിട്ട, കോട്ടയം. ഈ 5 ജില്ലകളെ പ്രതിനിധീകരിച്ച് റോട്ടറി ഡിസ്ട്രിക്റ്റ് പല പദ്ധതികളും ചെയ്യുന്നുണ്ട്. നിങ്ങൾക്കറിയാം, റോട്ടറി സാമൂഹിക പ്രവർത്തനത്തിന് വളരെയധികം ഊന്നൽ നൽകിക്കൊണ്ട് സമൂഹത്തിന് വേണ്ടിയിട്ടുള്ള ഒത്തിരി നല്ല കാര്യങ്ങൾ ചെയ്യുന്ന ഒരു സംഘടനയാണ്. കുറേ ആൾക്കാരും പ്രതിനിധീകരിച്ചുകൊണ്ട് എല്ലാ ജില്ലകളിലും, ആലപ്പുഴയിൽ നിന്ന് ആരംഭിച്ച് അത് മറ്റുള്ള ജില്ലകളിലും, റോട്ടറിയുടെ ഡിസ്ട്രിക്റ്റ് കവർ ചെയ്യുന്ന എല്ലാ ജില്ലകളിലും അത് പര്യടനം നടത്തി നാളെ തിരുവനന്തപുരത്ത് സമാപിക്കുകയാണ്. നാളെ തിരുവനന്തപുരത്ത് സമാപിക്കുമ്പോൾ ഞങ്ങളുടെ 2 പ്രോഗ്രാമുകളാണ് തിരുവനന്തപുരത്ത് നടക്കുന്നത്. ഒന്ന്, നമ്മുടെ തിരുവനന്തപുരത്തുള്ള വിമൻസ് കോളേജ്, വഴുതക്കാടുള്ള വിമൻസ് കോളേജിൽ രാവിലെ 10 മണിക്ക് നമ്മുടെ ദിവ്യ സയ്യർ IAS ഉദ്ഘാടനം ചെയ്തുകൊണ്ട് കോളേജിലെ സ്റ്റുഡൻസിനെ പ്രതിനിധീകരിച്ചുകൊണ്ട് ഒരു പ്രതിജ്ഞ എടുത്തുകൊണ്ട് പ്രോഗ്രാം നടത്തുന്നുണ്ട് അവിടെ. അതിനുശേഷം സമാപന സമ്മേളനം എന്നുള്ള രീതിയിൽ നമ്മുടെ ശംഖുമുഖത്ത് വെച്ചിട്ട് നമ്മുടെ ദക്ഷിണമേഖല IG അത് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് പ്രോഗ്രാം സമാപിക്കുകയാണ്. ഈ വാർത്ത നിങ്ങളെ അറിയിക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ലക്ഷ്യം. റോട്ടറി ചെയ്തുകൊണ്ടിരിക്കുന്ന മറ്റ് പ്രവർത്തനങ്ങളുടെ ഒക്കെ നിങ്ങൾക്ക് തന്നെ അറിയാം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഞങ്ങളുടെ ഈ വർഷത്തെ ഓരോ വർഷവും റോട്ടറിക്ക് ഓരോ പ്രോജക്റ്റാണ് നമ്മൾ മുന്നോട്ട് വയ്ക്കുന്നത്. ഈ വർഷത്തെ ഒരു പ്രോജക്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ സമൂഹത്തിലെ വിദ്യാഭ്യാസം കഴിഞ്ഞിട്ട് ജോലി നേടാൻ കഴിയാത്ത യുവാക്കളെയും യുവതികളെയും അവരെ ട്രെയിൻ ചെയ്ത് പ്ലേസ് ചെയ്യുക എന്നുള്ള ഒരു പ്രോജക്റ്റാണ്. ഉയരെ എന്ന് പറയുന്ന ഒരു പ്രോജക്റ്റിനാണ് നമ്മൾ ഈ വർഷം ഊന്നൽ നൽകുന്നത്. റോട്ടറി ഇയർ എന്ന് പറയുന്ന ഒരു വർഷമാണ്. ശരിക്കും ഞങ്ങൾ ജൂലൈ 1 മുതൽ ജൂൺ 30 വരെയാണ് ഞങ്ങളുടെ റോട്ടറി ഇയർ. എല്ലാ വർഷവും നേതാക്കന്മാരും അതിൻ്റെ ഭാരവാഹികൾ ചേഞ്ച് ആയിക്കൊണ്ടിരിക്കും. ലോകം മുഴുവനും അങ്ങനെ തന്നെയാണ്. അതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ ഈ 5 ജില്ലകളിലായിട്ട് ഞങ്ങൾക്ക് 162 ക്ലബ്ബുകളാണ്, റോട്ടറി ക്ലബ്ബുകളാണ് പ്രവർത്തിക്കുന്നത്. ഇതിൻ്റെ മെമ്പേഴ്സ് എന്ന് പറയുന്നത് സാധാരണക്കാർ തന്നെയാണ്. ഇതിനകത്ത് ഞങ്ങളെപ്പോലെയൊക്കെ ഞങ്ങളും ഓരോ ജോലി ചെയ്ത് ജീവിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ ഞങ്ങളുടെ പോക്കറ്റിൽ നിന്ന് എടുത്തും അതുപോലെ തന്നെ വലിയ പ്രോജക്റ്റുകൾ ചെയ്യുമ്പോൾ റോട്ടറി ഞങ്ങളുടെ ഫൗണ്ടേഷനിൽ നിന്നും ക്യാഷ് വലിയ പ്രോജക്റ്റുകൾക്ക് ഞങ്ങൾ അതും എടുത്തിട്ടൊക്കെയാണ് വലിയ പ്രോജക്റ്റുകൾ ചെയ്യുന്നത്. ഇവിടെ തിരുവനന്തപുരത്ത് തന്നെ നമ്മുടെ കോവിഡ് സമയത്തുമൊക്കെ ഞങ്ങൾ ഒത്തിരി വെന്റിലേറ്റേഴ്സ് 5 മെഡിക്കൽ കോളേജുകളിലും നമ്മൾ ആ സമയത്ത് വെന്റിലേറ്റേഴ്സ് നമുക്ക് കൊടുക്കാൻ സാധിച്ചു. അതുപോലെ തന്നെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ഇരിക്കുന്ന ഡിജിറ്റൽ മാമോഗ്രാം മെഷീൻ എന്ന് പറയുന്ന റോട്ടറി സംഭാവന ചെയ്തതാണ്. അങ്ങനെ ഒത്തിരി സ്കൂളുകളിലേക്കുള്ള കുടിയുള്ള പദ്ധതികൾ, അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ റോട്ടറി പ്രസ്ഥാനം ചെയ്തുകൊണ്ടിരിക്കുന്നു. മഴ സമയത്തുണ്ടാകുന്ന ദുരിതത്തിൽ വീടുകൾ നഷ്ടപ്പെട്ട ആൾക്കാർക്ക് ഞങ്ങൾ വീട് വെച്ച് കൊടുക്കുന്ന പദ്ധതി അതും ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ തിരുവനന്തപുരം ജില്ലയിലും അതുപോലെ ഈ 5 ജില്ലകളിലുമായി ഞങ്ങൾ ആ സമയത്ത് 1000-ൽ കൂടുതൽ വീടുകളാണ് നിർമ്മിച്ച് നൽകിയത്. ഇപ്പോഴും ഞങ്ങൾ നമ്മുടെ കൊച്ചിലപ്പള്ളി ഫൗണ്ടേഷനുമായിട്ട് ചേർന്നുകൊണ്ട് ഞങ്ങൾ അവരുടെ CSR ഫണ്ടും അതുപോലെ തന്നെ ബാക്കി ഞങ്ങളുടെ റോട്ടറി അംഗങ്ങളും കൂട്ടായി നിന്നുകൊണ്ട് വീടുകൾ നിർമ്മിച്ച് നൽകുന്നുണ്ട്. അപ്പോൾ അർഹതപ്പെട്ട ആൾക്കാർക്ക് വീട് വെച്ച് നൽകുന്നുണ്ട്. അടുത്ത വർഷം ഞങ്ങളുടെ ഇപ്പം ജൂലൈ 1 മുതൽ ഞങ്ങളുടെ അടുത്ത വർഷം ആരംഭിക്കും. ആ സമയത്ത് ഞങ്ങളുടെ ഓപ്പോൾ എന്ന് പറയുന്ന പ്രോജക്റ്റാണ്. സ്ത്രീകൾക്ക് കൂടുതൽ പ്രാധാന്യം നൽകിക്കൊണ്ട് നടത്തുന്ന പ്രോജക്റ്റുകളായിരിക്കും അടുത്ത വർഷത്തെ ഞങ്ങളുടെ പ്രോജക്റ്റുകൾ. ഞങ്ങളെ റോട്ടറി 7 കാര്യങ്ങളിലാണ് ഫോക്കസ് ചെയ്യുന്നത്. ആ 7 ഏരിയയും ഫോക്കസ് ചെയ്തുകൊണ്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ചെയ്യുന്നത്. അടുത്ത വർഷം തന്നെ തിരുവനന്തപുരത്ത് പല ക്ലബ്ബുകളും സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് ഓട്ടോറിക്ഷ, സ്ത്രീകളെ എംപവർ ചെയ്യുക എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടി നമ്മൾ സ്ത്രീകൾക്ക് വേണ്ടിയിട്ടുള്ള പല കാര്യങ്ങളും ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് തിരുവനന്തപുരത്തുള്ള ഒരു ക്ലബ്ബ് തന്നെ 50 ഓട്ടോറിക്ഷ പാവപ്പെട്ട സ്ത്രീകൾക്ക് ലൈസൻസുള്ള അല്ലെങ്കിൽ ലൈസൻസ് എടുക്കാൻ തയ്യാറായിട്ടുള്ള കഷ്ടത അനുഭവിക്കുന്ന സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ ഓരോ ക്ലബ്ബുകളും നിങ്ങൾക്ക് അറിയാം, റോട്ടറി എന്ന് പറയുന്നത് ചെറിയ ചെറിയ ഗ്രൂപ്പുകൾ ചേർന്ന ക്ലബ്ബുകളാണ്. 40, 50, 60, 100 മെമ്പേഴ്സുള്ള ക്ലബ്ബുകളാണ് റോട്ടറി എന്ന് പറയുന്നത് പ്രസ്ഥാനം. അങ്ങനെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ 162 ക്ലബ്ബുകൾ നമ്മുടെ ഡിസ്ട്രിക്റ്റിലുണ്ടെന്ന് പറഞ്ഞു. നാളെ ഇപ്പോൾ നടക്കുന്ന 10 മണിക്ക് നടക്കുന്ന പ്രോഗ്രാമിൽ നിങ്ങളുടെ നല്ല രീതിയിലുള്ള സഹകരണം ഞങ്ങൾക്ക് ഉണ്ടാകണം. 10 മണിക്ക് വിമൻസ് കോളേജിലും അതുപോലെ 5 മണിക്ക് ശംഖുമുഖത്ത് നടക്കുന്ന പ്രോഗ്രാമും മാക്സിമം കവർ ചെയ്ത് നിങ്ങളെപ്പോലുള്ള സാമൂഹിക പ്രതിബദ്ധതയിൽ ആണ് നമ്മളും ഇതുപോലുള്ള പ്രോഗ്രാമുകൾ ചെയ്യുന്നത്. അതിനെ സപ്പോർട്ട് ചെയ്യാൻ എല്ലാവരും ഉണ്ടാകുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു.
ഒരു ഗണപതി ഹോമം ചെയ്യുന്നതിന് തുല്യമായ പഞ്ചഗവ്യ വിളക്ക്. പശുവിന്റെ ഗോമൂത്രം, ചാണകം, നെയ്യ്, പാല്, തൈര് ഈ ഒരു വിളക്ക് വീടുകളിൽ കത്തിച്ചു വെച്ചാൽ ഐശ്വര്യം ഉണ്ടാകുമെന്നൊക്കെയാണ് പറയപ്പെടുന്നത്. കർപ്പൂരം ഉൾപ്പെടെ ഈ കടയിൽ കിട്ടുന്ന എല്ലാ ഐറ്റംസും 100% ഓർഗാനിക് ആണ്. മിതമായ റേറ്റിൽ ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ മേടിക്കാൻ പറ്റിയ നല്ലൊരു സ്പോട്ട് കൂടിയാണിത്. ഡ്രൈ ഫ്രൂട്ട്സിന്റെയൊക്കെ ക്വാളിറ്റി ഈ വീഡിയോയിൽ തന്നെ നിങ്ങൾക്ക് കാണാം. വാഗമണിൽ സ്വന്തം സ്ഥലത്ത് കൃഷി ചെയ്യുന്ന സ്പൈസസ് ആണ് ഇവരിവിടെ സെയിൽ ചെയ്യുന്നത്. മിതമായ റേറ്റിൽ ഇതെല്ലാം കൊടുക്കാനുള്ള കാരണവും അത് തന്നെയാണ്. ഞായറാഴ്ച മാത്രം ഉച്ചയ്ക്ക് 3 മണി വരെയും ബാക്കിയുള്ള ദിവസങ്ങളിൽ രാവിലെ 8:30 മണി തൊട്ട് രാത്രി 8:30 മണി വരെയാണ് ഈ കടയുടെ സമയം. ഓർഗാനിക് ഐറ്റംസ് മാത്രമല്ല, ഹോം മെയ്ഡ് ചോക്ലേറ്റ്സും നാടൻ നെയ്യ് വേണ്ടവർക്ക് അതും ഇവിടെയുണ്ട്. ഇവരുടെ ഫോൺ നമ്പർ വീഡിയോയുടെ അവസാനം ഞാൻ കൊടുക്കുന്നുണ്ട്. 5 കിലോമീറ്റർ വരെ ഇവരെ തന്നെ ഡെലിവറിയും ചെയ്യുന്നുണ്ട്. വീഡിയോയിൽ കാണിച്ചിട്ടുള്ള ഏതെങ്കിലും ഐറ്റംസ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നേരിട്ട് വന്നോ അവരുടെ ഫോൺ നമ്പർ മുഖാന്തരമോ നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ്. ഇത് ചെറിയൊരു കടയാണ്. കുറച്ച് ലേഡീസ് ചേർന്നാണ് ഇത് നടത്തുന്നത്. തിരുവനന്തപുരം വല്യശാല ജ്യോതിപുരം ലേനിലാണ് വാഗമൺ സ്പൈസസ് എന്ന ഈ കടയുള്ളത്. ഗൂഗിൾ മാപ്പിലും കടയുടെ ലൊക്കേഷൻ കിട്ടുന്നതാണ്.